ഹലോ എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഒരു സ്കോളർഷിപ്പിനെ പറ്റിയാണ്. ഐക്കർ വഴി ജിയോ PGയോ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. സ്കോളർഷിപ്പിൻ്റെ പേരാണ് നാഷണൽ ടാലൻറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ അത് ആർക്കൊക്കെ കിട്ടും, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്ര രൂപയാണ്, ഇതിനെപ്പറ്റി എല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായും വീഡിയോ കാണുക. ഐക്കർ വഴി ജിയോ PGയോ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. അപ്പോൾ UG വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അവർ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആദ്യത്തെ ഒരു വർഷം അവർക്ക് എല്ലാ മാസവും 2000 രൂപ വെച്ചും, PG വിദ്യാർത്ഥികൾക്കാണെങ്കിൽ 3000 രൂപ വെച്ചുമാണ് ലഭിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ഡിഗ്രി കഴിയുന്നത് വരെ അവർക്കത് പെർ ഇയറിൽ റിന്യൂ ചെയ്യണം സ്കോളർഷിപ്പ്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെയെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കേരളത്തിലുള്ള വിദ്യാർത്ഥികളാണ്, എന്നിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. അതായത് നമ്മൾ ഉള്ള സ്റ്റേറ്റിന് പുറത്ത് നമ്മൾ വേറെ സ്റ്റേറ്റിലാണ് പഠിക്കുന്നതെങ്കിലാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക. ഇനി ആ സ്റ്റുഡൻറ്റിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ കാര്യവും, പിന്നെ അടുത്തത് കണ്ടക്ട് സർട്ടിഫിക്കറ്റ് വേണം ആ കോളേജിൽ നിന്നുള്ളത്. പിന്നെ ആ കുട്ടി വേറൊരു പാർട്ട് ടൈം ജോബൊന്നും ചെയ്യാൻ പാടില്ല. പിന്നെ കുട്ടി കോഴ്സ് തീരുന്നത് വരെ വേറെ പ്രശ്നങ്ങളിലൊന്നും പെടരുത്, വല്ല ഡിസ്മിസലോ അങ്ങനെയൊന്നും കിട്ടാൻ പാടില്ല. പിന്നെ ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്ന ആ സമയത്ത് വേറെ സ്കോളർഷിപ്പ് ഒന്നും ആ കുട്ടിക്ക് ലഭിക്കില്ല. പിന്നെ ആ കോഴ്സ് തീരുന്നതിന് മുൻപ് നിർത്തി പോകാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്കോളർഷിപ്പ് തുക ലഭിക്കുകയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ വേറെ സ്റ്റേറ്റിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ നോക്കണം അവിടെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഓക്കെ, താങ്ക് യു.